ഇനി പത്തനംതിട്ട മണ്ഡലത്തിലെ കലാശക്കൊട്ടിന്റെ വിവരങ്ങളിലേക്ക് പോകുമ്പോൾ സുജു ടി ബാബു വിശദാംശങ്ങൾ നൽകും. അസിത, പത്തനംതിട്ട അബാൻ ജംഗ്ഷനിൽ നടന്ന കൊട്ടിക്കലാശത്തിൽ എല്ലാ മുന്നണി സ്ഥാനാർത്ഥികളും പങ്കെടുത്തു. മന്ത്രി വീണ ജോർജിനൊപ്പമായിരുന്നു തോമസ് ഐസക് പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തിരുന്നത്. ഈ പ്രചരണം ആരംഭിക്കുന്ന ഘട്ടം മുതൽ തന്നെ ഇടതുമുന്നണിക്ക് വ്യക്തമായ ഒരു മേൽക്കൈ പ്രചരണ രംഗത്തുണ്ടായിരുന്നു. ആ മേൽക്കൈ ഇന്ന് നടന്ന കൊട്ടിക്കലാശത്തിലും വ്യക്തമായിരുന്നു. ആയിരക്കണക്കിന് പ്രവർത്തകരാണ് ഇന്ന് നടന്ന പത്തനംതിട്ടയിൽ നടന്ന കൊട്ടിക്കലാശത്തിൽ പങ്കെടുത്തിരുന്നത്. LDF വലിയ ആത്മവിശ്വാസത്തിലാണ്. കാരണം ഇത്തവണ പത്തനംതിട്ടയിൽ ചെങ്കുടി പറിക്കാമെന്ന ഉറച്ച വിശ്വാസം LDF അവർ ചൂണ്ടിക്കാട്ടുന്നത് 7 നിയോജക മണ്ഡലം നിയമസഭാ നിയോജക മണ്ഡലം LDF-നൊപ്പമാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ പത്തനംതിട്ട ചരിത്രം തിരുത്തിക്കുറിക്കുമെന്ന് തന്നെയാണ് LDF-ന്റെ കണക്കുള്ള. മറുഭാഗത്ത് ആന്റണിയും ആന്റണിയും ഒക്കെ വലിയ ആത്മവിശ്വാസം തന്നെയാണ്. അവർക്കും അവരുടേതായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി തന്നെയാണ് ഇത്തരം ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. പത്തനംതിട്ടയിൽ ഏതാണ്ട് 14,29,700 വോട്ടുകളാണുള്ളത്. ഇനി നിശബ്ദ പ്രചരണത്തിന്റെ നാളുകളിൽ മണിക്കൂറുകളിൽ ഈ പരമാവധി വോട്ടർമാരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ ഓരോ മുന്നണികളും ലക്ഷ്യം വെക്കുന്നത്. അതിനായുള്ള തീവ്ര പ്രവർത്തനത്തിലായിരിക്കും ഇനിയുള്ള മണിക്കൂറുകളിൽ. മാത്രമല്ല സ്ലിപ്പ് എഴുതുക അങ്ങനെ തുടങ്ങിയ വിവിധ ഈ ബൂത്തിലേക്ക് പരമാവധി ആളുകൾ എത്തിക്കാൻ ഏതൊക്കെ തരത്തിൽ മാർഗങ്ങൾ നടത്താം അതെല്ലാം പരമാവധി പ്രയോജനപ്പെടുത്തുക തന്നെയായിരിക്കാം മുന്നണി സ്ഥാനാർത്ഥികൾ ലക്ഷ്യം വെക്കുക. പത്തനംതിട്ടയിൽ നിന്ന് തോമസ് ഐസക് കിഫ്ബിയും വികസനവും കുടുംബശ്രീയുടെ പ്രവർത്തനമൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്ന ഈ പരസ്യ പ്രചാരണം നടത്തിയിരുന്നു. മറുഭാഗത്ത് UDF പലപ്പോഴും പല വിഷയങ്ങളിലും ഉത്തരം മുട്ടുകയും തോമസ് ഐസക്കിനെതിരെ പല പരാതികൾ, അതായത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം ഉൾപ്പെടെയുള്ള പരാതികൾ നൽകിയെങ്കിലും ഇതൊന്നും മണ്ഡലത്തിൽ ഏശില്ല എന്ന് തന്നെയാണ് തോമസ് ഐസക്കും ഇടതുമുന്നണിയും പറഞ്ഞത്. കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടുമ്പോൾ ചട്ടലംഘനമല്ല, നടപ്പാക്കിയ പ്രവർത്തനമാണ്. പത്തനംതിട്ട ജില്ലയിലെ 7,000 കോടി രൂപയുടെ കിഫ്ബി വികസന പദ്ധതികൾ തന്നെയായിരുന്നു ഇടതുമുന്നണിയുടെ പ്രചരണത്തിലെ പ്രധാനപ്പെട്ട ആയുധം. എന്നാലും ഇനിയുള്ള നിമിഷങ്ങൾ മുന്നണികളെ സംബന്ധിച്ചോളം ഓരോ വോട്ടും ഉറപ്പിക്കുവാൻ വേണ്ടിയുള്ള നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകളാണ്.